ഹലോ ഗൈസ്, നിങ്ങളൊരു സിനിമയ്ക്ക് കഥ, തിരക്കഥ, സംഭാഷണം എഴുതാൻ ആഗ്രഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ കുറച്ച് ബേസിക് അറിഞ്ഞിരുന്നാലോ? അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥ വായിച്ചിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ആ കഥ കേൾക്കുക. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തെല്ലാം അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നാലും ഒരു നല്ല സിനിമ ജനിക്കണമെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു നല്ല കഥ പറയാനുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കഥയാണ് സിനിമയുടെ ജീവൻ എന്ന് പറയപ്പെടുന്നത്. കഥ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ കഥ സീനുകളായി വിഭജിച്ച് ഡെവലപ്പ് ചെയ്യുക എന്നതാണ്. ഓരോ സീനിനും വേണ്ട ഉചിതമായ സംഭാഷണങ്ങൾ ആവിഷ്കരിക്കുക എന്നതാണ്. ഇത് ചിലപ്പോൾ തിരക്കഥാകൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം നിർവഹിക്കുന്നത്. ഒരു പക്ഷേ തിരക്കഥാ രൂപം ഒരാളും സംഭാഷണങ്ങൾ വേറൊരാളാവും രചിക്കുന്നത്. എങ്ങനെയായിരുന്നാലും കഥയുടെ യുക്തിഭദ്രതയും ഭാവതീവ്രതയും ചോർന്നു പോവാത്ത രീതിയിലായിരിക്കണം ഇത് നിർവഹിക്കുന്നത്. ഇനി എന്താണ് തിരക്കഥ എന്ന് നോക്കാം. തൻ്റെതായ സമ്പൂർണ്ണ സിനിമയുണ്ടാക്കുന്നതിനായി സംവിധായകന്റെ കൈവശം ഉണ്ടായിരിക്കേണ്ട കരട് രേഖ മാത്രമാണ് തിരക്കഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായും രംഗചിത്രീകരണത്തിന് ഉതകുന്നതായിരിക്കണം തിരക്കഥ. എത്രയൊക്കെ നന്നായി ചിത്രീകരിച്ചാലും പറയാൻ ഉദ്ദേശിക്കുന്ന കഥ വിശ്വസനീയമായില്ലെങ്കിൽ സിനിമ പാളിപ്പോകും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. തിരക്കഥാകൃത്ത് എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കാനുള്ളതല്ല മൂവി ക്യാമറ എന്നുള്ള പ്രാഥമിക അറിവ് തിരക്കഥാകൃത്തിന് ഉണ്ടായിരിക്കണം. ഒരു കഥ ശക്തവും വ്യക്തവുമായി പറയുന്നതോടൊപ്പം തന്നെ ആ കഥ എങ്ങനെയാണ് സംവിധായകൻ ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രീതികളെ കുറിച്ചും തിരക്കഥാകൃത്തിന് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാമറ ആംഗിളുകളും ക്യാമറ ചലനങ്ങളും ഷോട്ട് ഡിവൈഡിങ്ങിനെ കുറിച്ചുമെല്ലാം തിരക്കഥാകൃത്തിന് സാമാന്യ ബോധമുണ്ടായിരിക്കണം. എഡിറ്റിങ്ങിനെ കുറിച്ചും പശ്ചാത്തല സംഗീതത്തിന്റെ സാധ്യതകളെ കുറിച്ചും മുൻകൂട്ടി കാണാനും തിരക്കഥാകൃത്തിന് കഴിയണം. കാഴ്ചക്കാരന് പലതും പുതുതായി കണ്ടെത്താൻ ഉതകുന്ന തരത്തിലായിരിക്കണം തിരക്കഥ രൂപപ്പെടുത്തേണ്ടത്. തിരക്കഥാ രചന വേളയിൽ ഒരു തിരക്കഥാകൃത്ത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാഴ്ചക്കാരൻ ഒരു ദൃശ്യം കണ്ട് അത് മനസ്സിലാക്കാനും അതിൻ്റെ വസ്തുതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എടുക്കേണ്ട സമയം അവയിൽ പ്രധാനമാണ്. എന്നാൽ ഇത് പലർക്കും പല വിധത്തിലാണ് എന്നതും ഓർക്കേണ്ടതാണ്. ഒരു സീനിൽ വളരെയേറെ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം ഇത് പ്രേക്ഷകനെ ആശയക്കുഴപ്പത്തിലാക്കും. തിരക്കഥയിൽ കഥാപാത്ര സൃഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓരോ കഥാപാത്രങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്ന കഥയുടെ അസ്തിത്വത്തിൽ മുഴുവൻ സമയവും ആത്മീയത അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. ഒരു കഥാപാത്രം പോലും കഥയിൽ മുഴച്ചു നിൽക്കാനോ മാർജിനലൈസ് ചെയ്യപ്പെടാനോ പാടില്ല. ഒരൊറ്റ രംഗത്ത് വന്നു പോകുന്ന കഥാപാത്രമായാൽ പോലും കഥയിലെ സാഹിത്യത്തിൽ അയാൾക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കണം. എന്തിനാണ് ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു കഥയിൽ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് എന്നതിന് വ്യക്തമായ കാരണവും ഉണ്ടായിരിക്കണം. ഓരോ കഥാപാത്രത്തിൻ്റെയും മനോനിലയും ഉദ്ദേശവും വ്യക്തമാക്കാൻ തിരക്കഥാകൃത്തിന് കഴിയണം. അവൻ്റെയോ അവളുടെയോ ഒരു നിസാര വികാര പ്രകടനങ്ങൾ പോലും അർത്ഥമുള്ളതായിരിക്കണം. കഥയുടേതായാലും കഥാപാത്രത്തിൻ്റെതായാലും ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് അഭികാമ്യം. 100% സ്വയം ഒരു പ്രേക്ഷകനായി മാറി വേണം തിരക്കഥാകൃത്ത് തൻ്റെ സൃഷ്ടി നടത്തേണ്ടത്. ആ പ്രേക്ഷകന് തൃപ്തിയായാൽ ആ സിനിമ വിജയിക്കുമെന്നും ഉറപ്പാണ്. ഇനി സംഭാഷണങ്ങൾ എന്താണെന്ന് നോക്കാം. തിരക്കഥയിലെ കഥാപാത്രങ്ങളായി വേഷമിടുന്ന അഭിനേതാക്കൾ സംസാരിക്കേണ്ട വാക്കുകളോ വചനങ്ങളോ ആണ് സംഭാഷണങ്ങൾ എന്ന് പറയുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങൾ സംഭാഷണങ്ങൾ ഉരുവിടേണ്ടത് കഥാപാത്രങ്ങളുടെ ആത്മാവിൻ്റെ അന്തർഗത ഭാവങ്ങളിൽ നിന്നുമാണ് എന്നതാണ് സംഭാഷണ രചയിതാവ് മനസ്സിലാക്കേണ്ട തത്വം. ഇത്രയൊക്കെ പറഞ്ഞാലും എഴുതി വെച്ച തിരക്കഥകൾക്കപ്പുറം ഒരു ദൃശ്യപരായണ സാധ്യതയിലാണ് സിനിമ എന്ന കല നിലനിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.